അല്ല, സുധാകരൻ. ആ ജസ്റ്റിസ് വിനയത്തൽ കമ്മീഷൻ റിപ്പോർട്ട് അത് നിയമസഭാ ലൈബ്രറിയിലുണ്ട്, ഇത് പരിശോധിക്കുക. 30 പള്ളികൾ തകർത്തതിൽ 14 പള്ളികൾ തകർത്തത് CPM ആണെന്ന് ജസ്റ്റിസ് വിനയത്തൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ഏത് പേജാണ് ഇവിടെ അതെ അതെ ഉദ്ധരിച്ചതെന്ന് അതെ. പറഞ്ഞ്. കാരണം വർഗീയ കലാപം നടത്തിയത് RSS ആണ്. അതെ, അപ്പോൾ കൊല്ലപ്പെട്ടത് അപ്പോൾ സഖാവ് അല്ല, ഒരു കാര്യം പറയാം. കുഞ്ഞിരാമനാണ്. കുഞ്ഞിരാമന്റെ കഥയെ കുറിച്ച് മനോരമയിലും പറയാനായി മാതൃഭൂമിയിലും അല്ല. ആ പേജൊന്നും അല്ലല്ല. ഞാൻ ഒരു ചർച്ച പങ്കെടുക്കുമ്പോൾ അങ്ങ് പറഞ്ഞ കേട്ടതിന് ഒരു ചോദ്യം എൻ്റെ. അങ്ങനെ എന്നോട് ചോദ്യം ചോദിച്ചോളൂ സഖാവ് കേട്ടോ. ഏത് കുഞ്ഞിരാമൻ പേജാണെന്ന് പള്ളിക്ക് പറയണമെന്ന് കാവൽ പറഞ്ഞോളൂ കേട്ടോ. നിൽക്കുമ്പോൾ കൊല്ലപ്പെട്ടു. അല്ല, അങ്ങനെ സോറി കേട്ടോ, അങ്ങനെ എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ടേ കേട്ടോ. പറയാം. സോറി, കുഞ്ഞിരാമൻ ക്ഷമിക്കണം. കൊല്ലപ്പെട്ടു. അല്ല, CPIM ജനസംഘം സംഘർഷത്തിൽ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടു എന്ന് മനോരമ എഴുതി, മാതൃഭൂമി എഴുതി. എൻ്റെ തെളിവുണ്ട്. മലയാള മനോരമയും മാതൃഭൂമിയും CPM-ന് വേണ്ടി കള്ളെഴുതുകയല്ലോ. RSS എന്നല്ല, ജനസംഘം എന്ന പേരാണ് അന്ന് 2 പത്രങ്ങൾ ഉപയോഗിച്ചത്. ചാനലുകളില്ലപ്പോൾ. 2, കുഞ്ഞിരാമൻ മരിച്ചതിന് ശേഷം അവിടെ നടന്ന അനുശോചന യോഗം. കുഞ്ഞിരാമൻ അവിടുത്തെ സഹകരണ സംഘം മെമ്പറായിരുന്നു. ആ അനുശോചന യോഗത്തിൽ ആ സഹകരണ സംഘത്തിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെയും വാർത്ത ഞങ്ങളുടെ കയ്യിലുണ്ട്. സഖാവ് കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുശോചന യോഗത്തിൽ കോൺഗ്രസ്സുകാർ നടത്തിയ പ്രസംഗം അവിടുത്തെ ആളുകൾ ഓർമ്മയിലുണ്ടായിരുന്നു. അത് പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. ഇനി ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നു, സഖാവ് പിണറായി വിജയൻ ഒരു കൊടിവെച്ച കാറിൽ സഖാവ് പാട്യം ഗോപാലിനൊത്ത് വർഗീയ കലാപം പാടില്ല, CPM-ൻ്റെ അഭ്യർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മുഴുവൻ സഞ്ചരിച്ചുവെന്ന് വിധേയത്വ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. കോടതിയിൽ നിയമസഭ വെച്ച റിപ്പോർട്ടാണ്. ഞാൻ വായിച്ചതാണ്. ഞങ്ങളുടെ ചോദ്യം അങ്ങുകൂടെ പറഞ്ഞു അതിൽ CPM-കാർ പ്രതികളാണ് എന്ന്. BJP-ക്കാരെ സന്തോഷിപ്പിക്കുന്ന ആ പ്രസ്താവന ഏത് പേജിലാണ്? അങ്ങനൊരു വാചകം ഏത് പേജിലാണ് എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ചരിത്രത്തിൽ അങ്ങനെ കളവ് പറയാൻ പാടില്ല. BJP കളവ് പറയാം. അല്ലല്ല, ഇത് പറയും. CPM പള്ളി വിളിച്ചു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? CPM-കാര് തലശ്ശേരി പള്ളി വിളിച്ചു. അല്ലല്ല, പള്ളി പൊളിച്ച കേസിൽ CPM പ്രതികളാണ്. അതെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, ആ പേജാ എനിക്കറിയേണ്ടത്. പേജ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിധേയത്വ കമ്മീഷൻ റിപ്പോർട്ട് ഇല്ല. റിപ്പോർട്ട് ഞാൻ കൃത്യമായി റെഫർ ചെയ്ത് പറയാം. ഞാൻ വായിച്ചുള്ളതിന്റെ അറിവാണ്. ഞാൻ വായിച്ച് പുസ്തകങ്ങളിൽ നിന്നുള്ള വായിച്ച് എനിക്ക് കിട്ടിയ അറിവാണ്. അല്ല, ഞാൻ വിധേയത്വ കമ്മീഷൻ നിങ്ങള് എടുത്ത് പറയാൻ പറ്റും. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതിന്റെ ഒരു പേജ് നമ്പർ പറയാൻ പറഞ്ഞത് എനിക്ക് ഞാൻ അങ്ങനെ പറയാനായിട്ടാ. നിയമസഭയിൽ ഗൂഗിളിലും കിടക്ക്. അല്ല, ആ പരാമർശം പിൻവലിക്കണം. ഗൂഗിൾ ചെയ്താൽ വിധേയത്വ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിലോട്ട് കിട്ടുമല്ലോ. റോണി കെ ബേബി അത് പിൻവലിക്കുന്നുണ്ടോ? അത് വ്യക്തതയില്ലാത്തത് കൊണ്ട് താങ്കൾ പറഞ്ഞതാണ് എന്നാണോ? ഞാൻ പറഞ്ഞത് കൃത്യമായി തന്നെ ഈ അല്ല, ഞാൻ പറഞ്ഞത് എന്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ്. ഞാൻ അത് പിന്നെ എന്റെ ബോധ്യം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ അതിൻ്റെ എനിക്ക് ക്ഷമ ചോദിക്കുന്നതിന് ഒരു മറുപടിയില്ല. തീർച്ചയായും അതിൽ പിടിക്കേണ്ട. അദ്ദേഹം അതിനകത്ത് പിൻവാങ്ങി. ശ്രീ കേൽകുമാർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂ പ്ലീസ്. അല്ലല്ല, അതെ ഞാനത് പിൻവാങ്ങാത്തതിന് കാരണം എന്താണെന്നറിയോ? അന്തരിച്ചു പോയ PT തോമസ് RSS-നെ സഹായിക്കാൻ ആദ്യം ഒരു കള്ളം പറഞ്ഞു. കുഞ്ഞിരാമൻ അന്തരിച്ചത് കള്ളുഷാപ്പിലെ തർക്കത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മുസ്ലിം വിരുദ്ധമാണ് ഈ പാർട്ടി എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലൊരു രക്തസാക്ഷി ഉണ്ടായത് പള്ളിക്ക് കാവൽ നിന്ന സഖാവ് കുഞ്ഞിരാമനാണ്. RSS-നെ വിശുദ്ധപ്പെടുത്താൻ അന്തരിച്ച PT തോമസ് നിയമസഭയിൽ പറഞ്ഞ നുണയാണത്. ആ നുണയ്ക്കുള്ള മറുപടി മനോരമയിലും മാതൃഭൂമിയിലും അക്കാലത്ത് വന്ന പത്രവാർത്ത, കൃത്യമായിട്ട് പറയാൻ ജനുവരി 4 വന്ന പത്രവാർത്ത നിങ്ങൾ വായിക്കണം. ഞാൻ തെളിവ് ആധികാരികമായിട്ട് പറയുന്നു. 2, PT തോമസ് പറഞ്ഞതിനേക്കാൾ ഏറ്റവും തെറ്റായൊരു കാര്യമാണ് ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട റോണി കെ ബേബി പറയുന്നത്. എന്താണത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പള്ളി പൊളിക്കാൻ പോയി. BJP-ക്കാർ പോലും പറഞ്ഞിട്ടില്ല. RSS-ഉം CPM-ഉം തമ്മിലല്ലേ അവിടെ ഉണ്ടായി ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്?
നിങ്ങൾ എം.എൻ. വിജയൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? എം.എൻ. വിജയൻ മാഷയുടെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? തലശ്ശേരി വർഗീയ കലാപത്തെക്കുറിച്ച് CPM പ്രസിദ്ധീകരിച്ച പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? തലശ്ശേരി വർഗീയ കലാപത്തെക്കുറിച്ച് കോൺഗ്രസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? മുസ്ലിം ലീഗ് പുസ്തകം എഴുതിയിട്ടുണ്ടോ? എന്താ ലീഗ് എഴുതാത്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പള്ളി പൊളിച്ചാൽ ലീഗുകാർ മിണ്ടായിരിക്കുമോ? ഷാജി മിണ്ടായിരിക്കുമോ? നാളിതുവരെ നമ്മുടെ നാട്ടിൽ പറയാത്തൊരു നട്ടാൽ കുരുക്കാത്ത നുണ. എന്തിനു വേണ്ടി? ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ്. RSSനെതിരായി ജീവൻ കൊടുത്ത നിലപാടാണ്. അതിന് കാരണം എന്താണെന്നറിയാമോ? അവിടുത്തെ ഗണേഷ് പീഡിയുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ അവിടെ പണിയെടുത്തപ്പം അവരെ കൊല്ലാൻ വേണ്ടി കർണാടകത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനമാണ് ഈ RSS. അതിനൊരു ചരിത്രപരതയുണ്ട്. അതുകൊണ്ട് ആ വർഗീയ കലാപത്തെ എതിർത്ത പാർട്ടിയുടെ പേരാണ് CPM. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പള്ളി പൊളിച്ചു എന്നൊരു ചർച്ച വന്ന് പറയുക, എന്നിട്ടോ അത് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടെന്ന് പറയുക, ഞങ്ങൾ കേട്ടോണ്ട് വീട്ടിൽ പോവുക. എന്നിട്ട് ഓർമ്മയാന്ന് പറയുക. ഏത് ഓർമ്മ? ഒരു ഓർമ്മയില്ല, പച്ചക്കള്ളം. അതുകൊണ്ട് പിൻവലിക്കുന്നതാണ് നല്ലത്. റോണിക്ക ബേബി ഇല്ല, ഒരു പള്ളിയുടെ പേര് പറ. പിൻവലിച്ചേരെ. ഒരു പള്ളിയുടെ പേര് പറ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു പള്ളിയുടെ പേര് പറ. ഉത്തമമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിച്ചു, എന്റെ ഇപ്പോൾ അങ്ങ് പറയുന്ന പോലെ പെട്ടെന്ന് എടുത്ത് പറയുന്നത് അല്ല, ഒരു പള്ളിയുടെ പേര് പറ. ഞാൻ നിഷ്പക്ഷമായി വന്ന രേഖകൾ ഉൾപ്പെടെ അങ്ങ് പറഞ്ഞു മാതൃഭൂമിയിലെ മനോരമയിലെ ഉൾപ്പെടുന്ന വാർത്തകൾ പറഞ്ഞു. ഇവിടെ ദേശാഭിമാനി പത്രത്തിൽ ഉൾപ്പെടുന്നവർ പറഞ്ഞിട്ടുണ്ട്, തലശ്ശേരിയിൽ നിന്ന് 18 കിലോമീറ്റർ അകലെ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത് എന്ന് ദേശാഭിമാനി പത്രത്തിൽ തന്നെ വാർത്ത വന്നിട്ടുണ്ട്. ഇതവിടെ തർക്കവിഷയം നിൽക്കുകയാണ്. അങ്ങയുടെ വാദം പറഞ്ഞു, ഞാൻ എന്റെ വാദം പറഞ്ഞു. എനിക്ക് ഉത്തമ ബോധ്യമായിട്ടുള്ള കാര്യം അങ്ങ് പറഞ്ഞു. അങ്ങ് എന്നോട് ചോദിച്ചു CPM എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ടോ? കാരണം CPM ഇതുപോലെയുള്ള കഥകൾ എഴുതിയ പുസ്തകമല്ല ഞാൻ വായിക്കേണ്ടത്. അതിനെക്കുറിച്ച് നിഷ്പക്ഷമായി വന്നിരിക്കുന്ന പഠനങ്ങൾ എന്താണ്, അല്ലെ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ചർച്ച സമയം കഴിഞ്ഞു. പ്ലീസ്. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. 564 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തലശ്ശേരി വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട് 564 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്ര കേസുണ്ടെന്ന് വരെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ പഠിച്ചിട്ടും വായിച്ചിട്ടുമാണ് ഞങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട്. ചരിത്രപരതയിലാണ് ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. വേട്ടയാടപ്പെടുന്ന മനുഷ്യർക്കൊപ്പം ഞങ്ങൾ രാജ്യം മുഴുവൻ നിൽക്കുകയാണ്. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇന്ത്യ മുഴുവൻ RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ, ഈ ഹിന്ദുത്വ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിനെതിരെ, ദേശീയ പണിമുടക്കടക്കം ചരിത്ര പോരാട്ടം നടത്തുന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ട. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെയാക്കാൻ മറ്റൊരു വർഗീയത ഉപയോഗിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്കെതിരെ നുണ നിർമ്മിക്കുന്നു. അങ്ങനെ നിർമ്മിക്കുന്നൊരു നുണയാണ് ഈ ചാനലിൽ ഇപ്പം നിർമ്മിച്ച നുണയാണ്. പള്ളി പൊളിച്ചു, 38 പള്ളി പൊളിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നിപ്പോൾ ഈ ചാനലിൽ കോൺഗ്രസ്സുകാർ നിർമ്മിച്ച നുണയാണ്. നിങ്ങൾ BJPയെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. ഇക്കാര്യത്തിൽ നുണ നിർമ്മിതിയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ തുടങ്ങിയ പ്രയോഗമൊക്കെ സതീശൻ്റെതാണ്. പക്ഷേ തിണ്ണ നിരങ്ങാൻ പോകുമ്പോൾ സ്വന്തം വണ്ടിക്ക് കാറ്റുണ്ടോ ഇല്ലയോ നോക്കാനെങ്കിലും സതീശൻ ശ്രദ്ധിക്കണം. അവസാനം പറഞ്ഞ് ന്യായീകരിച്ച് സ്വന്തം വണ്ടിയുടെ ടയറിൻ്റെ കാറ്റ് പോയി കേട്ടോ. പ്രതിപക്ഷ നേതാവിൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ കാറ്റ് പോയി. നുണ പറയാനെങ്കിലും പഠിക്കണ്ടേ? ചെന്നിത്തലയുടെയും തലയിൽ നൈസായി വെക്കുകയും ചെയ്തു. അങ്ങനെ കൂടി ഒരു അടിവരയിടേണ്ട കാര്യമുണ്ട്. എന്തായാലും എനിക്ക് ശുക്കൂർ വക്കീലിലേക്ക് വരണമെന്നുണ്ടായിരുന്നു. സമയം അതല്ല, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് അല്ല പറഞ്ഞത്. ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് എറണാകുളത്ത് അദ്ദേഹം പോയതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് സ്വന്തം സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കാറ്റുപോയ കാർ ഓടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ. അത്ര ബിരുദനാണ്.